ഈ ഒരു സെറ്റ് ഫേക്ക് നെയിൽസും സ്ട്രിപ്പും ഒക്കെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസമായി. ഇപ്പോഴാണ് എനിക്കതൊന്ന് പരീക്ഷിക്കാൻ തോന്നിയത്. ഇട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തന്നെ തോന്നി ഈ ചൂടത്ത് എനിക്ക് വല്ല ഭ്രാന്തും ഉണ്ടായിരുന്നു ഈ ഡ്രസ്സ് ഇടാനായിട്ടെന്ന്. ഡ്രസ്സൊക്കെ അടിപൊളിയാണ്, പക്ഷേ ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്. നല്ല കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ത്രെഡ് വർക്ക് ഒക്കെയാണ് വരുന്നത്. ഫേക്ക് നെയിൽസ് തലമാന്തിയിൽ പോകുമെന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്തതാണ്, പോകത്തില്ല. ഞാനത് എങ്ങനെ അപ്ലൈ ചെയ്തു എന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല അടിപൊളി ഒരു ബ്ലാക്ക് പലാസോ ആയിരുന്നു, പക്ഷേ ഇത് തേച്ചിട്ടില്ല. ഞാനിത് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് എനിക്ക് അളവാണോ എന്ന് നോക്കിയിട്ട് അവിടെ അങ്ങനെ അങ്ങ് വെച്ചിരുന്നു. പക്ഷേ അതിൻ്റെ പുറത്ത് മീതെ കുറച്ച് തുണികളും പിന്നെ അരയ്ക്കോ ഇരിക്കുകയോ കിടക്കുകയൊക്കെ ചെയ്തിട്ട് ആകെ മൊത്തത്തിൽ അതങ്ങ് ചുളുങ്ങിപ്പോയിരുന്നു. തേക്കാനുള്ള സമയം എനിക്ക് കിട്ടിയതുമില്ല. വൈകുന്നേരം ഒരു 3 മണി വരെ കിടന്ന് ഉറങ്ങിയിട്ടാണ് ഞാൻ റെഡി ആവാൻ തുടങ്ങിയത് തന്നെ. അങ്ങനെ ഉറങ്ങുമ്പോൾ ചെറിയൊരു സമാധാനമൊക്കെ ഉണ്ട്. ഓശാനയ്ക്കും ദുഃഖവെള്ളിക്കും ഇടയിൽ പെസഹ വ്യാഴാഴ്ചയും പെസഹ അപ്പവും ഒക്കെ എവിടെയെന്ന് ചോദിക്കരുത്, അതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പള്ളിയിൽ ആരും പോയിട്ടില്ലായിരുന്നു. സ്ട്രിപ്പ് ആ പാക്കറ്റിൽ നിന്ന് എടുക്കാനായിട്ട് ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് കയ്യിൽ നഖം ഓൾറെഡി ഉണ്ടെങ്കിൽ ആ സ്ട്രിപ്പ് ഇളക്കി എടുക്കാൻ ഇത്തിരി പാട് കുറഞ്ഞിരിക്കും. നമുക്ക് പെട്ടെന്ന് ഇളക്കി ഇതുപോലെ നഖത്തിൽ ഒട്ടിക്കാം. ഒരു ഡബിൾ സൈഡ് ടേപ്പ് പോലെയാണ് ആ ഒരു സാധനം പ്രവർത്തിക്കുന്നത്. നമ്മുടെ നെയിലിൽ നല്ലപോലെ ഒട്ടിയിരിക്കും. പിന്നെ ഒരു ഫേക്ക് നെയിൽസ് അതിൻ്റെ പുറത്തോട്ട് ഒട്ടിച്ചു വെച്ചാൽ മതി. അങ്ങനെ റെഡിയായി പള്ളിയിൽ എത്തിയപ്പോഴേക്ക് ഇവിടെ കുരിശുരൂപം മുത്തുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇത് തന്നെ ഒത്തിരി നേരം വൈകും, ഇത്രയും പേരും മുത്തി കഴിയണ്ടേ. കയ്പുനീര് കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് തലയ്ക്ക് മൊത്തത്തിലൊരു പെരുപ്പ് പോലെ. അത് ചായ കുടിക്കാത്തതിൻ്റെയും കൂടിയാണ്. നേരെ വന്നൊരു ചായ കുടിച്ച് തിരിച്ചു വന്നപ്പോഴേക്ക് പ്രദക്ഷിണം ഇറങ്ങാൻ പോകുമായിരുന്നു. ഇത് നഗര കാണിക്കൽ പ്രദക്ഷിണം എന്ന് പറയും. ഇന്നിവിടെ ഉച്ചയ്ക്ക് വേ ഓഫ് ദ ക്രോസ് ഒക്കെ ഉണ്ടായിരുന്നു. KCMലെ കുട്ടികൾ നല്ല അടിപൊളിയായിട്ട് ഈ ചാട്ടവാറടിയും കുരിശുമരണവും ഒക്കെ കാണിച്ചു. പക്ഷേ സിൻസ് ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആൻ ആക്ട് ഓഫ് വയലൻസ്, എനിക്ക് യൂട്യൂബിൽ അതൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എല്ലാ വർഷവും പ്രദക്ഷിണം നമ്മുടെ കുരിശുമൂട്ടിലെ വീടിൻ്റെ മുമ്പിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ അങ്ങ് വീട്ടിൽ കയറാറാണ് പതിവ്. നമ്മുടെ വീടിൻ്റെ മുന്നിലൂടൊന്നും പോകത്തില്ല, അതാണ് അവിടെയൊന്നും ലൈറ്റ് ഇല്ലാത്തത്. ഈ ഒരു രൂപം പള്ളിയിലോട്ട് കൊണ്ടുചെന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ രൂപം മുത്താനായിട്ട് പോകും. ഇപ്പോൾ ഈ പ്രദക്ഷിണത്തിൻ്റെ പുറകെ തന്നെ പോയാൽ നല്ല തിരക്കായിരിക്കും. സേറമോളുടെ വീടിൻ്റെ മുന്നിലും ഇവിടെ വീടിന് മുന്നിലും ഒക്കെ കണ്ണമോനും കൂട്ടുകാരും ഒക്കെ ആയിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ ഉലുവ കഞ്ഞി കുടിക്കുന്നത്. ഉച്ചയ്ക്ക് ഞാനും കണ്ണിനും സത്യം പറഞ്ഞ ഓരോ ഫലൂടയെ കഴിച്ചിട്ടുള്ളൂ. അങ്ങനെ ലഞ്ച് കഴിക്കാനായിട്ടുള്ള വിശപ്പൊന്നും തോന്നിയില്ല. ഉലുവ കഞ്ഞി നല്ലപോലെ കുടിച്ചു. മിനിയാൻ്റിയാണ് ഇത്തവണ വെച്ചത്. എല്ലാ വർഷവും ലില്ലിയംച്ചിയാണ് വെക്കുന്നത്, ഇത്തവണ മിനിയാൻ്റി വെച്ചു. മിനിയാൻ്റി പറയുന്നുണ്ടായിരുന്നു ഉച്ചയ്ക്ക് വെച്ച കഞ്ഞി തന്നെ ഇവിടെ ഒരുപാട് ഇനിയും ബാക്കിയാണ്, ആരും കുടിച്ചിട്ടില്ല എന്ന്. അതുകൊണ്ട് രാത്രി വീണ്ടും നമ്മൾ പയറും കഞ്ഞിയായിരിക്കും കഴിക്കുന്നത്. ഉലുവ കഞ്ഞി മേടിക്കാൻ വന്ന ആലൻ വിളിച്ച് കാണിച്ചില്ലായിരുന്നെങ്കിൽ ആ ഒരു ചന്ദ്രനെ ഞാൻ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇന്നത്തെ മൂൺ കാണാനായിട്ടും. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ രൂപം മുത്താൻ പോയി. എന്നിട്ടെന്ന് വെച്ചാൽ പിന്നെ ഒരു 1/4 മണിക്കൂറൊക്കെ കഴിഞ്ഞു. മെയിൻ നിലവും ബലൂണും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. പൊടിയാൻ്റിയും സുണ്ടങ്ങളും ഒക്കെ ആയിട്ട് എവിടെയോ ബലൂണിന്റെ പുറകെ ഓടി നെറ്റിയും കീറിയിട്ടുണ്ട്. കിട്ടിയ നേർച്ചയായിട്ട് കുറച്ചു നേരം ഇവരെല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചിനി വീട്ടിലേക്ക് പോകണം. എല്ലാ അർത്ഥത്തിലും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം.